Good morning. എല്ലാവർക്കും ഓക്സിജൻ ക്ലാസ്സസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ പറഞ്ഞു പോകും. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ തിയറി കംപ്ലീറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അതിനകത്ത് അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളത് നമ്മൾ +1 പഠിക്കാത്ത ഒരു കാര്യമാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അത് നമ്മൾ ആദ്യം നോക്കും. അപ്പോൾ ആ കാര്യം നമുക്ക് ആദ്യം പഠിച്ചു പോകാം. ഇറ്റ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് നമ്മൾ ആദ്യം ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എത്രയാണ്? 1ന്റെ ക്യൂബ്, അതായത് ഇത് എങ്ങനെയാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി വന്നതെന്നുള്ളത് നോക്കാം. എക്സ് ക്യൂബ് -1 = 0 എന്ന് എഴുതിയാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 എന്ന് എഴുതാം. 1 ഒരു റൂട്ടാണ്. പക്ഷെ ഇത് ക്യൂബിക് എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് എത്ര റൂട്ടുകൾ ഉണ്ടാവും? 3 റൂട്ടുകൾ ഉണ്ടാവും ശരിക്കും, അല്ലേ? അപ്പോൾ x = 1 എന്ന് പറഞ്ഞത് ഒരു റൂട്ടാണ്. ബാക്കി 2 റൂട്ടുകളും കൂടി ഉണ്ട്. ആ 2 റൂട്ടുകളും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. a³ - b³ = a - b × a² + ab + b² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. x³ - 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x - 1 × x² + x + 1 എന്ന് എഴുതാം. ഇതിൽ x - 1 = 0 കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് x = 1. അത് നമ്മുടെ ഒരു റൂട്ട്. പിന്നെ അടുത്ത എക്സ്പ്രഷൻ നോക്കൂ, x² + x + 1 = 0. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് x = -1 ± √3i/2, ഈ ഒരു എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇതിലെ ഈ ഒരു വാല്യൂവിനെ, ഒരു വാല്യൂ, ഇതൊരു പ്ലസ് വാല്യൂ ഉണ്ട്, മൈനസ് വാല്യൂ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതിനെ x = -1 + i√3/2 എന്ന് പറയുന്ന ഈ വാല്യൂവിനെ നമ്മൾ ഒമേഗ എന്ന് വിളിക്കും. ഓക്കെ, ഈ വാല്യൂ ആണ് ഒമേഗ. ആൻഡ് അതിൻ്റെ സ്ക്വയർ, ഒമേഗയുടെ സ്ക്വയർ, ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 + i√3/2 the whole square. എന്താണ് നോക്കി നോക്കേ, ഡിനോമിനേറ്ററിൽ 4 വരും, 2² 4. ഇത് a - b whole square വെച്ചിട്ട്, അല്ലെങ്കിൽ a + b whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. -1ന്റെ സ്ക്വയർ 1 വരും. പിന്നെ 2 × -1 × i√3, അപ്പോൾ -2i√3 വരും. പിന്നെ പ്ലസ് i√3ന്റെ സ്ക്വയർ -3, അല്ലേ? -3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 2i√3 -3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് -2 ആയിട്ട് മാറും. ഇത് -2 - 2i√3 ആയിട്ട് മാറും, ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് അഗെയിൻ -1 - i√3/2 വരും. ഒരു 2 കൊണ്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ, അല്ലേ? അപ്പോൾ ഇതാണ് അഗെയിൻ എന്ത് വരുന്നത്? ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ സ്ക്വയർ ഇസ് -1 - i√3/2 ആണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ഓ മൈനസ് വരുമ്പോൾ പ്ലസ് ഒമേഗയും മൈനസ് ഒമേഗ സ്ക്വയറുമാണ്. അപ്പോൾ ഈ 3 വാല്യൂസ് ആണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. 1 ഒമേഗ ഒമേഗ സ്ക്വയർ, 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഓക്കെ, പഠിച്ചോളൂ. 1 ഒമേഗ ഒമേഗ സ്ക്വയർ. അതിനകത്ത് ഒമേഗ എന്ന് പറയുന്നത് -1 + i√3 ഹോൾ ഡിവൈഡഡ് ബൈ 2. അതിൻ്റെ സ്ക്വയർ ആണ് ഒമേഗ സ്ക്വയർ. ദാറ്റ് ഇസ് -1 - i√3/2 ആണ് വരിക. അപ്പോൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടി, പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മതി. ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് 1 + ഒമേഗ + ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? അതെന്താ, എങ്ങനെയാണ് വരുന്നത്? 1 + ഒമേഗ എന്ന് പറഞ്ഞത് +-1 + i√3/2, പിന്നെ +-1 - i√3/2 ആണ് ഒമേഗ സ്ക്വയർ. ഓക്കെ, നോക്കിക്കേ, ഇതിൽ 1 സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ, എല്ലാം സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 1 - 1/2 + i√3/2 -1/2 - i√3/2. നോക്കിക്കേ, എല്ലാം ഇത് കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, അല്ലേ? i√3/2 ക്യാൻസൽ ആയി പോകും. പിന്നെ ബാലൻസ് ഒരു 1 - 1/2, അത് -1/2 ആണ് വരിക. പിന്നെ അഗെയിൻ ഒരു -1/2 കൂടി ഉണ്ട്. therefore it will be 0. അതെന്താവും? 0. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി പഠിച്ചോളൂ. 1 + ഒമേഗ + ഒമേഗ സ്ക്വയർ എന്ത് വരും? 0 വരും എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ പഠിക്കാവുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് 1 പ്ലസ് ഒമേഗ റേസ് ടു ആർ പ്ലസ് ഒമേഗ റേസ് ടു ആർ സ്ക്വയർ. 1 പ്ലസ് ഒമേഗ റേസ് ടു ആർ പ്ലസ് ഒമേഗ റേസ് ടു ആർ സ്ക്വയർ. അതെന്താവും? രണ്ട് വാല്യൂസ് ആണ് അതിനകത്തുള്ളത്. 3 ആവും ഇഫ് ആർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 0 ആവും ഇഫ് ആർ ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ എഴുതുമ്പോൾ 1 പ്ലസ് ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ റേസ് ടു ഒരു 6 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് 3 ആണെന്ന് എഴുതാൻ പറ്റും. അതല്ല 1 പ്ലസ് ഒമേഗ ഒമേഗ സ്ക്വയർ or omega raised omega raised to square plus omega raised to 4 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരണം കേട്ടോ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരണം. ഇത് കറക്റ്റായിട്ട് വരുമോ? വരുന്നുണ്ടാവും. വരുന്നുണ്ട്. ആർ ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? ഇവിടെ ആർ എന്ന് പറഞ്ഞത് 2 ആണ്. 2 ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിന്റെ വാല്യൂ 0 ആണ് കിട്ടുക. ദിസ് ഒമേഗ എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? അപ്പോൾ ദിസ് ഇസ് 0 ഒമേഗ റേസ് ടു 4. പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഇതിനകത്ത് പറയാത്ത ഒരു കാര്യം കൂടെ, അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒമേഗ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഒമേഗ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒമേഗ ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. ഓക്കെ, ഒമേഗ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒമേഗ റേസ് ടു 3 ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാലും എന്താണ്? 1 ആണ്. ഒമേഗ റേസ് ടു 3n ഒക്കെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് പവർ വരണമെങ്കിൽ അതൊക്കെ 1 ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. 1 പ്ലസ് ഒമേഗ റേസ് ടു ആർ പ്ലസ് ഒമേഗ റേസ് ടു ആർ ദ ഹോൾ സ്ക്വയർ ഇസ് 3 if r is a multiple of 3 and 0 if r is not a multiple of 3. അത് ഓർത്ത് വയ്ക്കാം. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒമേഗ റേസ് ടു 3n പ്ലസ് ഒമേഗ റേസ് ടു 3n പ്ലസ് 1 പ്ലസ് ഒമേഗ റേസ് ടു 3n പ്ലസ് 2. ഇത് പ്ലസ് 2 ആണ്. ഒമേഗ റേസ് ടു 3n പ്ലസ് 2 ഈക്വൽ ടു ഇത് വരും 0 വരും. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇത്. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എൻട്രൻസ് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. നോട്ട് ചെയ്ത് വെക്കാം. ദെൻ nth റൂട്ട് ഓഫ് യൂണിറ്റി മേ ബി ചോദിച്ചേക്കാം. ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ സെറ്റ് ഈക്വൽ ടു കോസ് 2r പൈ ബൈ n പ്ലസ് ഐ ഇൻറ്റു സൈൻ 2r പൈ ബൈ n. അതാണ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. സെറ്റ് എന്നോ ആൽഫ എന്നോ ഒക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. ആറിന്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര n-1 വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് 1 ആൽഫ, ആൽഫ സ്ക്വയർ, ആൽഫ ക്യൂബ് എക്സെട്ര ആൽഫ റേസ് ടു n-1 ആണ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി. അതിൽ ആൽഫ എന്ന് പറയുന്നത് ഇതാണ്. എന്താ? കോസ് 2 പൈ ബൈ n പ്ലസ് ഐ സൈൻ 2 പൈ ബൈ n. അല്ലെങ്കിൽ നമുക്ക് ആൽഫേനെ ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു ഐ 2 പൈ ബൈ n എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് nth റൂട്ട് ഓഫ് യൂണിറ്റി. അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റിയും കൂടെ അതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. z റേസ് ടു 4 ഈക്വൽ ടു 1 ആവുന്നതാണ് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഇതിൽ z ഈക്വൽ ടു ഇ റേസ് ടു ഐ 2r പൈ ബൈ 4 എന്നാണ് നമ്മൾ ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റിക്ക് കൊടുക്കുക. അതിൽ ആറിന് നിങ്ങൾക്ക് 0, 1, 2, 3 വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ഈ 4ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് തന്നിട്ട് ഇ റേസ് ടു ഐ ആർ പൈ ബൈ 2 എന്ന് വരും. ആറിൻ്റെ 0 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇ റേസ് ടു 0 ആണ്. ഇ റേസ് ടു 0 ഇസ് 1. ഓക്കെ, ആറിന് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു പൈ ഐ ബൈ 2 എന്ന് വരും. അത് കോസ് പൈ ബൈ 2 പ്ലസ് ഐ സൈൻ പൈ ബൈ 2 ആണ് അല്ലേ? കോസ് പൈ ബൈ 2 പ്ലസ് ഐ സൈൻ പൈ ബൈ 2. കോസ് പൈ ബൈ 2 പറഞ്ഞാൽ 0 ആണ്. സൈൻ പൈ ബൈ 2 പറഞ്ഞാൽ 1. ദാറ്റ് ഈസ് അതെന്ത് വരും? ഐ എന്ന് വരും. അതേപോലെ ആറിന് 2 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇ റേസ് ടു ഐ പൈ ആണ്. ഇ റേസ് ടു ഐ പൈ എന്ന് പറയുമ്പോൾ കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ. സൈൻ പൈ 0 ആണ്. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇത് -1 വരും. അതുപോലെ ആർ ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു ഐ 3 പൈ ബൈ 2. കോസ് 3 പൈ ബൈ 2 പ്ലസ് ഐ സൈൻ 3 പൈ ബൈ 2. ഇതിൽ കോസ് 3 പൈ ബൈ 2 0 വരും. ഐ സൈൻ 3 പൈ ബൈ 2 3 പൈ ബൈ 2 -1 ആണ്. അപ്പോൾ ഇത് -i എന്ന് വരും. അങ്ങനെ 4 ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണുള്ളത്. അത് നിങ്ങൾ അറിയാവുന്ന നമ്പേഴ്സ് ആണ്. 1, i, -1, -i. ഈ 4എണ്ണമാണ് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൻ്റെ 4എണ്ണത്തിൻ്റെ കൂടെ സമ്മ് 0 ആണ് അല്ലേ? നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റിയിൽ നമ്മൾ പഠിക്കേണ്ടത്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. nth റൂട്ട് ഫോർത്ത് റൂട്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക്
പോവാം. ഓക്കെ, ബിഫോർ ദാറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുമ്പ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്രമായിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനും കോംപ്ലക്സ് നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോവാം. ഇങ്ങനെ ax² + bx + c = 0 ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമുക്കറിയാലോ. അതിൽ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ b² - 4ac അല്ലേ. ആ b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 2 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് കിട്ടും. അതുപോലെ തന്നെ ഈക്വൽ ടു 0 ആകുമ്പോൾ 2 ഈക്വൽ റിയൽ റൂട്ട്സ് കിട്ടും. ആൻഡ് അത് മാത്രമല്ല ലെസ് ദാൻ 0 ആകുമ്പോൾ ഇവിടെ റൂട്ട് ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ എന്ത് കിട്ടും? കോംപ്ലക്സ് റൂട്ട് കിട്ടും എന്ന് നമ്മൾ പഠിക്കുക. കോംപ്ലക്സ് റൂട്ട്സ് അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ വരും അല്ലേ. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു √25 ആണ് -25 ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ i × √25 എന്ന് എഴുതിയിട്ട് this is equal to i × 5 എന്ന് എഴുതും. ആ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. b² - 4ac ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ കോംപ്ലക്സ് റൂട്ട്സ് വരും. ആ കോംപ്ലക്സ് റൂട്ട് കോൺജുഗേറ്റ് പെയർ ആയിട്ടാണ് ഉണ്ടാവുക. പ്ലസ് ഓർ മൈനസ് ആയിട്ട് ഉണ്ടാവും. കോൺജുഗേറ്റ് പെയർ എന്നാണ് നമ്മൾ അതിനെ പറയുക. ഓക്കെ, പ്ലസ് ഓർ മൈനസ് ആയിട്ട് കോംപ്ലക്സ് റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുക. x² + 2x + 2 = 0. x എന്താ കിട്ടുക നോക്കി നോക്കൂ. -2 ± √4 - 4 × 2 divided by 2 അല്ലേ. ദാറ്റ് ഈസ് -2 ± √4 - 8 -4 വരും divided by 2. That is equal to -2 ± 2i divided by 2. That is -1 ± i അല്ലേ. -1 ± i നമുക്ക് കിട്ടും. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കോംപ്ലക്സ് നമ്പേഴ്സിൽ നമുക്ക്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ b² - 4ac ലെസ് ദാൻ 0 എന്ന കേസ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് ഇസ് ω⁻11? ω⁻11 എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒമേഗ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ്. ഒമേഗ ഇസ് ദ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. ω⁻11 എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ω⁻3n എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 3n 11 ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് എഴുതാം? ω⁻9 + 2 ആണ് 11 അല്ലേ. ദാറ്റ് ഈസ് ω⁻9 × ω². ശരിയല്ലേ. അപ്പോൾ ω⁻9 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. 3ന്റെ പവർ ആയതുകൊണ്ട് 1 ആണ് ω². ദാറ്റ് ഈസ് ആൻസർ ഇസ് ω² എന്ന് വരും. ω² നമുക്ക് ആൻസർ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് 1 ω ω² ആർ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി, 1 ω ω² ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണെങ്കിൽ 2 - ω × 2 - ω² എന്താണ്? 2 - ω × 2 - ω² എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് വേണ്ടി ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒമേഗയുടെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. ഇനി എന്തായാലും കുഴപ്പമൊന്നുമില്ല. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, അതായിരിക്കും എളുപ്പം. 2 × 2 4, 2 × -ω², 2 -2 ω², പിന്നെ -2ω, പിന്നെ +ω³ അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 4 × 4 അല്ലെങ്കിൽ 4 - 2ω² - 2ω പ്ലസ് ഇതെന്താണ്? 1 ആണ് അല്ലേ. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ 4 + 1 5 എന്ന് വരും. 5 -2 പുറത്തേക്ക് എടുക്കും. -2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ω² + ω എന്ന് കിട്ടും ഇവിടെ. ശരിയല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 + ω + ω² എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ω + ω² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ ഈ ω² + ω പകരം നമുക്ക് ഇവിടെ -1 കൊടുക്കാം. 5 - 2 × -1, that is equal to 5 + 2, which is 7 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തത്. ഇഫ് 1 ω ω² ആർ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി, then 2 × 3 - ω 3 - ω² ഈക്വൽ ടു, മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. 2 × എന്ത് വരും? 9 - 3ω² - 3ω + ω³
നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ടൈംസ് ഇത് 1 വരും. അപ്പോൾ ഇത് 1ൻ്റെ കൂടെ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. 10 മൈനസ് 3 പുറത്തെടുത്താൽ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ. നേരത്തെ പറഞ്ഞ പോലെ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -1 കൊടുക്കാം. 10 മൈനസ് -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് 13 26 എന്ന് കിട്ടും അല്ലേ. 2 ടൈംസ് 13 26. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 4ാമത്തെ ദിവസം നോക്കിക്കോളൂ. 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആർ ദ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ദെൻ 3 plus 3 omega plus 5 omega square all raised to 6 minus 2 plus 6 omega plus 2 omega square all cube. എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം ഈ 3 plus 3 ഒമേഗ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് 3 കൊണ്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 plus ഒമേഗ എന്ന് എഴുതാം. ഇതിനെ പ്ലസ് 5 ഒമേഗ സ്ക്വയർ അവിടെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഓൾ റേസ് ടു 6 മൈനസ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതിന് 2 പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ എഴുതും. 2 ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 6 ഒമേഗ എന്ന് എഴുതും. ഓക്കെ, ഓൾ റേസ് ടു 6. ഇനി 1 പ്ലസ് ഒമേഗ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഒമേഗയാണ് അല്ല. ഈ രണ്ട് റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ടൈംസ് 1 പ്ലസ് ഒമേഗ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് 5 ഒമേഗ സ്ക്വയർ ഓൾ റേസ് ടു 6. പിന്നെ മൈനസ് 2 ടൈംസ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഒമേഗയാണ്. മൈനസ് ഒമേഗ പ്ലസ് 6 ഒമേഗ ഓൾ റേസ് ടു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇത് 2 ഒമേഗ സ്ക്വയർ വരും. 2 ഒമേഗ സ്ക്വയർ ഓൾ റേസ് ടു 6 മൈനസ് ഇവിടെ 4 ഒമേഗ ഓൾ റേസ് ടു 6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും നോക്കി നോക്കി. ഒമേഗ സ്ക്വയർ ഓൾ റേസ് ടു 6 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ, അത് 1 ആണ് കിട്ടുക. അപ്പോൾ 2 റേസ് ടു 6 ആണ് ഇവിടെ ഉണ്ടാവുക. മൈനസ് ഇവിടെയോ ഒമേഗ റേസ് ടു 6 അതും 1 ആണ് വരിക. 4 റേസ് ടു 6 ഉണ്ടാവും. 4 റേസ് ടു 6. ഓക്കെ, കറക്റ്റ് അല്ലേ? നോക്കി നോക്കി എത്രയാണ് വരിക? 2 റേസ് ടു 6 ആൻഡ് 4 റേസ് ടു 6 മൈനസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇത് 3 ആയിരുന്നു, നമ്മൾ 6 ആയി ചെയ്യുന്നത്, അതാണ് കുഴപ്പം. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് 3. ഇത് ഹോൾ ക്യൂബാണ്, ഇത് ഹോൾ ക്യൂബാണ്, ഇതും ഹോൾ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് 4 ക്യൂബ് എന്നാണ് വരിക. 4 ക്യൂബ് 2 റേസ് ടു 6 ആൻഡ് 4 ക്യൂബ്. 2 റേസ് ടു 6 മൈനസ് 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം, ഹോൾ ക്യൂബ്. അപ്പോൾ 2 റേസ് ടു 6 മൈനസ് 2 റേസ് ടു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് വരിക, 0 ആണ് വരിക കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 plus omega square are cube roots of unity. Then 1 plus omega into 1 plus omega square into 1 plus omega raised to 4 into 1 plus omega raised to 8 എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ 1 plus omega into 1 plus omega square into 1 plus omega raised to 4 into 1 plus omega raised to 8. That is equal to 1 plus omega into 1 plus omega square into 1 plus ഇത് ഒമേഗ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒമേഗയാണ് അല്ലേ. ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ. അപ്പോൾ ഒമേഗ ക്യൂബ് 1 ആയതുകൊണ്ട് ഒമേഗ വരും. ഇനി അടുത്തത് ഇവിടെ 1 പ്ലസ് ഒമേഗ റേസ് ടു 6 ആണ് 1 ആയിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി 1 പ്ലസ് ഒമേഗ സ്ക്വയർ വരും. ശരിയല്ലേ? Now this is equal to 1 plus omega the whole square into 1 plus omega square the whole square വരും. 2 പ്രാവശ്യം ഉണ്ടല്ലോ, ഇത് രണ്ടും ഉണ്ട്, രണ്ട് തരും. Now this is equal to 1 plus omega square എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്, the whole square. പിന്നെ മൈനസ് ഒമേഗ the whole square. That is equal to എന്ത് കിട്ടും? മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഒമേഗ റേസ് ടു 4 വരും ഇൻറ്റു ഒമേഗ റേസ് ടു 2. That is equal to ഒമേഗ റേസ് ടു 6 which is 1. അല്ലേ, 1 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒമേഗ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിക്കോളൂ. ദ ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഐ 1 മൈനസ് 1 ഐ മൈനസ് ഐ അല്ലേ. 1 മൈനസ് 1 ഐ മൈനസ് ഐ, 1 മൈനസ് 1 ഐ മൈനസ് ഐ അല്ലേ. ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞത്
1 minus 1 I minus I ആണ്. ഇതാണ് ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് മൈനസ് 8i. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. വൺ ഓഫ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് മൈനസ് 8i ഹോൾ റേസ് ടു 1/3 എടുത്തിട്ട് ചെയ്യുകയാണ് വേണ്ടത്. ട്രൈ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് z is equal to 2 minus I root 3, മോഡ് z raised to 4 എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ മോഡ് z raised to 4 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ z raised to 4 കണ്ടുപിടിച്ചിട്ട് അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം. അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. മോഡ് z raised to 4 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ. മോഡ് z എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എഴുതേണ്ടത്? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എന്നാണ് എഴുതേണ്ടത് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ ഹോൾ റേസ് ടു 4 ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 3. ഓക്കെ, ഹോൾ റേസ് ടു 4 കാണും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 7 അല്ലേ? റൂട്ട് 7 ഹോൾ റേസ് ടു 4 എന്താ വരിക? റൂട്ട് 7 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 7ന്റെ സ്ക്വയർ എടുത്താൽ 7 വരും. ഇതിന്റെ 7 സ്ക്വയർ ആണ് കിട്ടുക. 7 സ്ക്വയർ ഇസ് 49. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 7 സ്ക്വയർ ഇസ് 49. ഓക്കെ, പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇമാജിനറി പാർട്ട് ഓഫ് 2 പ്ലസ് ഐ ബൈ 3 മൈനസ് ഐ. 2 പ്ലസ് ഐ ബൈ 3 മൈനസ് ഐയുടെ ഇമാജിനറി പാർട്ട് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെ നമുക്ക് 2 പ്ലസ് ഐ ബൈ 3 മൈനസ് ഐനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 പ്ലസ് ഐ ബൈ 3 പ്ലസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 പ്ലസ് 2i പ്ലസ് 3i പ്ലസ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉണ്ടാവുക? 9 പ്ലസ് 1 ആണ് ഉണ്ടാവുക. ദാറ്റ് ഇസ് ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 മൈനസ് 1 വരും. ഐ സ്ക്വയർ മൈനസ് 1 അല്ലേ? അപ്പോൾ 5 പ്ലസ് 5i 3 ഇല്ല 5i വരും ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇമാജിനറി പാർട്ട് എന്താ വേണ്ടത്? ഇമാജിനറി പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ ഇസ് 5/10. 5/10 that is equal to 1/2. Imaginary part is 1/2. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 11. The area of the triangle on the complex plane formed by the points z plus I and iz is 128. അങ്ങനെയാണെങ്കിൽ മോഡ് z എന്താണെന്നാണ് ചോദ്യം. കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്ന പ്ലെയിൻ, അതിനെയാണ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോംപ്ലക്സ് പ്ലെയിനിൽ 3 പോയിന്റ്സ് ഉണ്ട്. z പ്ലസ് ഐ സെറ്റ്, അതുപോലെ തന്നെ ഐ സെഡ് എന്ന് പറഞ്ഞ 3 പോയിന്റ്സ് ഉണ്ട്. ആ 3 പോയിന്റ്സ് ഫോം ചെയ്യുന്ന ട്രയാങ്കിളുടെ ഏരിയ നമുക്ക് 128 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് മോഡ് സെഡ് എന്നാണ് ചോദ്യം. ഓക്കെ, മോഡുലസ് സെഡ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് എടുക്കാം. ഏതൊക്കെയാണ് പോയിന്റ്സ് എന്ന് നോക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ സെഡ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ, അത് നമ്മൾ സപ്പോസ് എക്സ് ആക്സിൽ മാർക്ക് ചെയ്തു വിചാരിക്കുക. ഇതാണ് സെഡ്. ഓക്കെ, ഐ സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ മാർക്ക് ചെയ്യപ്പോൾ വൈ ആക്സിൽ മാർക്ക് ചെയ്യും ഐ സെഡ്. ഓക്കെ, എക്സ് ആക്സിൽ ഇതിപ്പോൾ സെഡ് എക്സ് ആക്സിൽ ഐ ഉണ്ടെങ്കിൽ, ഇമാജിനറി ഐ ഉണ്ടെങ്കിൽ നമ്മളത് ഇവിടെ മാർക്ക് ചെയ്തു വിചാരിക്കാം. ഇനി z പ്ലസ് ഐ സെഡ് എന്ന് പറയുമ്പോൾ സെഡും ഐ സെഡും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈ പോയിന്റ്. ഓക്കെ, ഇതാണ് z പ്ലസ് ഐ സെഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് മോഡ് സെഡ് ആണ് കേട്ടോ. ഇത് മോഡ് സെഡ് ആണ്, ഇത് മോഡുലസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഈ ഒരു ടോട്ടൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 128 എന്ന് തന്നിട്ടുണ്ട്. 128 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഹാഫ് ഇൻറ്റു മോഡ് സെഡ് ഇൻറ്റു മോഡ് ഐ സെഡ് ആണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു മോഡ് സെഡ് ഇൻറ്റു മോഡ് ഐ സെഡ് ആണ് എന്ത് നമുക്ക് തന്നിട്ടുള്ള 128 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡ് ഐ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഓക്കെ, മോഡ് സെഡ് സ്ക്വയർ എന്ന് എഴുതും അല്ലെ? 1/2 മോഡ് സെഡ് സ്ക്വയർ. മോഡ് ഐ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. മോഡ് സെഡ് സ്ക്വയർ എന്ന് എഴുതാം. This is 1/2. Sorry, mod z square is
1/2 mod z square is 128 അല്ലേ. നമുക്ക് മോഡ് z square എന്താണെന്ന് നോക്കി നോക്കാം. മോഡ് z square എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 128 into 2 256 അല്ലേ, 256 എന്ന് കിട്ടും. ശരിയല്ലേ? കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. 256 തന്നെ അല്ലേ കിട്ടുന്നത് എന്നുള്ളത് കൺഫേം ചെയ്തോളൂ കേട്ടോ. ഐഡിയ കിട്ടിയോ? സംഭവം എന്താണെന്ന് മനസ്സിലായി. ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ സെഡ് നമ്മൾ മാർക്ക് ചെയ്തു, ജസ്റ്റ് ഒരു സെഡ് മാർക്ക് ചെയ്താണ്, അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. എടുത്തിട്ടെ സെഡ് ഒരു കോംപ്ലക്സ് നമ്പർ സെഡ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ആൻഡ് ഐ വരുന്നതുകൊണ്ട് അത് ഇമാജിനറി ആക്സിസിൽ മാർക്ക് ചെയ്തു ഐ സെഡ്. പിന്നെ സെഡും ഐ സെഡും കൂടെ ഉള്ള ആ പോയിന്റ് സെഡ് ഐ സെഡ്, ആ പോയിന്റ് നമ്മൾ സെഡ് പ്ലസ് ഐ സെഡ് എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് സെഡ് കോമ ഐ സെഡ് എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച് വെച്ച് നമുക്ക് ഹാഫ് ബി എന്ന് പറയുമ്പോൾ ബേസ് എന്ന് പറയുന്നത് അത് മോഡ് സെറ്റ് ആയിട്ടും ഹൈറ്റ് എന്ന് പറയുന്നത് മോഡ് ഐ സെഡ് ആയിട്ടും നമ്മൾ എടുത്തു. മോഡ് ഐ എന്ന് പറഞ്ഞാൽ അത് 1 ആയതുകൊണ്ട് മോഡ് സെറ്റ് ഇൻറ്റു മോഡ് സെറ്റ് സ്ക്വയർ 256 എന്ന് കിട്ടി. അപ്പോൾ മോഡ് സെറ്റ് എന്തായിരിക്കും? റൂട്ട് ഓഫ് 256 അല്ലെ. 256ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 16 ഇവിടുത്തെ ആൻസർ കിട്ടുക. ശരിയല്ലേ? ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. റീസെന്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The real part of the complex number z is equal to p plus 2i divided by p minus I. P belongs to R and p greater than 0 is 1/2. Then the value of p is equal to, അതായത് p plus 2i divided by p minus I എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് 1/2 ആണ്. അപ്പോൾ ഇതിന്റെ റിയൽ പാർട്ട് എന്താണെന്ന് നോക്കി നോക്കൂ. p plus I by p plus I, that is equal to p square plus ip plus 2ip plus 2i square, that is minus 2, divided by p square plus 1. ഓക്കെ, p square plus 1 വരും. ഇതെന്താണ്? ഓക്കെ, ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ദാറ്റ് ഇസ് p square minus 2 plus I into p plus 2p എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആണിത് അല്ലേ. I2 plus divided by p square plus 1. ഓക്കെ, ഇതിൽ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് 1/2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്റെ വാല്യൂ എന്താണെന്നാ ചോദ്യം. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? p plus 2p divided by p square plus 1. അത് എത്രയാണ്? 1/2 ആണ് തന്നിട്ടുണ്ട്. ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചോളൂ. 2p plus 4p. ഓക്കെ, 2p plus 4p. ഓക്കെ, ഇത് 3p ആണ്. 6p എന്ന് എഴുതിയാൽ മതി ഡയറക്റ്റ് ആയിട്ട്. ഈക്വൽ ടു p square plus 1. അതായത് p square minus 6p plus 1 equal to 0. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് p equal to 6 plus or minus root of 36 minus 4 divided by 2 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, കറക്റ്റ് അല്ലല്ലോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എവിടെയെങ്കിലും? p greater than 0 എന്ന് പറയുന്നത് p belongs to R. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന 6 പ്ലസ് ഓർ മൈനസ് കറക്റ്റ് അല്ലേ? നോക്കണമെന്ന് ചെക്ക് ചെയ്യണേ. 3p എത്ര വരും? റൂട്ട് 32ന്റെ വാല്യൂ റൂട്ട് 32 4√2 എന്ന് എഴുതാം അല്ലേ. റൂട്ട് 32 is 4√2. അപ്പോൾ 6 plus or minus 4√2 divided by 2, that is equal to 3 plus or minus root 2 by 2 എന്ന് വരും. റൂട്ട് 2 വരും അല്ലേ. ശരിയല്ലോ?